ഇതൊരു രാഷ്ട്രീയപരമായിട്ടുള്ള നിലപാടുകളാണ്. ഇവിടെ രാഷ്ട്രീയമല്ല കാണിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു കാലഘട്ടത്തിൽ മുല്ലപ്പെരിയാർ അപകടകരമായിരുന്നു എന്ന് പറഞ്ഞവർ പിന്നെങ്ങനെയാണ് പെട്ടെന്ന് ഇത്രയും വർഷം കൊണ്ട് ഇത് മുല്ലപ്പെരിയാർ പെട്ടെന്ന് അങ്ങ് കരുത്താർജിക്കുന്നത് എങ്ങനെയാണ്? അതൊക്കെ കാണുന്ന ഈ നാട്ടിലുള്ള മനുഷ്യർക്ക് മനസ്സിലാവില്ല. ഈ ഇരട്ടത്താപ്പൊക്കെ എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട്. ഒരു കാലഘട്ടത്തിൽ ഒരു പക്ഷത്തായിരിക്കുമ്പോൾ ഇത് അപകടകരാവസ്ഥയിലും എപ്പുറത്തെ പക്ഷത്തേക്ക് വരുമ്പോഴത്തേക്ക് ഇത് സജീവമായിട്ട് ഇത് ബലമുള്ള ഡാമാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നത് അത് രാഷ്ട്രീയപരമായിട്ടുള്ള അവരുടെ നിലനിൽപ്പിന് വേണ്ടി നടത്തുന്ന അഭ്യാസമെന്നോ നാടകമെന്നോ എന്തെങ്കിലുമൊക്കെ വിശേഷിപ്പിക്കാം. അതിനൊന്നും മറുപടി കൊടുക്കാൻ മാത്രം നമ്മളില്ല. കാരണം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയിട്ടുള്ള ഒരു പ്രസ്താവന ഇതിൽ പറയുന്നത് മുല്ലപ്പെരിയാർ പൊട്ടിയാൽ ഇടുക്കി ഡാം സംരക്ഷിക്കുക എന്നുള്ളതാണ്. മുല്ലപ്പെരിയാർ പൊട്ടാതിരിക്കട്ടെ, പൊട്ടുമെന്നൊന്നും നമ്മളാരും പറയുന്നതല്ല, ഇത് വിദഗ്ധരാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി മുല്ലപ്പെരിയാർ അഥവാ പൊട്ടിയാൽ അത് ഇടുക്കി ഡാമിൽ സംരക്ഷിച്ചു എന്ന് വെച്ചാലും നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ട, ഈ മുല്ലപ്പെരിയാർ പൊട്ടി ഒഴുകി വരുന്ന ഇടുക്കി വരെ വരുന്ന ഈ വഴികളിൽ ഉള്ള മനുഷ്യരില്ലേ? അവിടെ ഉള്ളത് അല്ലെങ്കിൽ ജലജീവികളൊന്നും അല്ലല്ലോ, അവിടെ കിടക്കുന്ന വാലിമാക്രികളൊന്നും അല്ല, അവിടെ കിടക്കുന്ന മനുഷ്യരാണ്. ആ മനുഷ്യരുടെ ജീവൻ ആരാണ് ഉത്തരവാദിത്വം പറയുന്നത്? അങ്ങനെ ഇവിടെ നിന്നുള്ള ഉത്തരവാദിത്തപ്പെട്ട മന്ത്രി അങ്ങനെ ഒരു നിലപാടെടുക്കുക എന്ന് പറയുന്നതിൽ എത്രയോ പാപ്പരത്വമാണ്. ഇതല്ലേ ഇത്രയും കാലമായിട്ട് തമിഴ്നാട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തന്നെയാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് സുരക്ഷിതമാണ്, ഇനി ഇതിന് ബലക്ഷയം ഉണ്ടെങ്കിൽ അത് ഇടുക്കി ഡാം സംരക്ഷിക്കുക എന്നല്ലേ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏത് പാളയത്തിലാണ്, ശത്രുപാളയത്തിലാണോ മിത്രപാളയത്തിലാണോ നിൽക്കുന്നത് ഇവിടെയുള്ള ഭരണകൂടം? അതുകൊണ്ട് ഈ നാട്ടിലുള്ള ജനം ആരെയാണ് വിശ്വസിക്കേണ്ടത്, ആരെയാണ് അംഗീകരിക്കേണ്ടത്? അല്ലെങ്കിലും ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാരാണോ പറയേണ്ടത് ഈ ഡാം സുരക്ഷിതമാണ്, ഇത് ബലമുള്ളതാണെന്ന് പറയാൻ വേണ്ടി ഇവർക്ക് എന്താണ് അവകാശമുള്ളത്? ഈ വലിയൊരു ഡാം, ഇത്രയും കാലഘട്ടം പഴക്കമുള്ള ഡാം, അത് സുരക്ഷിതമാണെന്ന് പറയേണ്ടത് ഇവിടെയുള്ള മന്ത്രിയോ എം പിയോ എം എൽ എ ഒന്നും അല്ലല്ലോ. ഇത് പറയേണ്ടതാരാണ്? ഇത് ഡാം സേഫ്റ്റിയായിട്ട് ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥന്മാർ പഠനങ്ങൾ നടത്തിയിട്ട് അവർ പ്രഖ്യാപിക്കണ്ടേ? അങ്ങനെ അവർ പ്രഖ്യാപിക്കാൻ വേണ്ടിയുള്ള സാധ്യതകൾ തുറന്നു കൊടുക്കണ്ടേ? അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇവിടെയുള്ള ജനത്തോട് ആശങ്കപ്പെടരുത്, ഇവിടെയുള്ള ആളുകൾ ഇങ്ങനെ ആശങ്കാജനകമായ വാർത്തകൾ പ്രചരിപ്പിക്കരുത് എന്ന് പറഞ്ഞ് ജനത്തെ വരിഞ്ഞു മുറുക്കുകയാണ്. ഇത് നമ്മളല്ല പറഞ്ഞു വരുത്തിയത്, ഇനി ഇത് സുരക്ഷിതമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കാം. അപ്പം ഈ ഉത്തരവാദിത്തപ്പെട്ട ഏജൻസികളോട് ഇവർ പറ, ഈ ഭരണകൂടം പറയട്ടെ, ഇവിടെ UN റിപ്പോർട്ട് വന്നില്ല, ന്യൂയോർക്ക് ടൈംസിന് റിപ്പോർട്ട് വന്നില്ല, അവരോട് പറയട്ടെ അങ്ങനെയല്ല, ഈ ഡാം സുരക്ഷിതമാണ്, അവരോട് പറയട്ടെ, അവർ പ്രസ്താവിക്കട്ടെ ഇത് സുരക്ഷിതമാണെന്ന് അവർ പറയട്ടെ. അല്ലാണ്ട് ഇവിടെയുള്ള നേതാക്കന്മാർ, ഈ നാട്ടിൽ കിടക്കുന്ന നേതാക്കന്മാർ പറയുകയാണ് ഇത് സുരക്ഷിതമാണ് എന്ന് പറഞ്ഞാൽ നമ്മളിത് കേട്ട് വിശ്വസിച്ചിരിക്കാൻ നിർബന്ധിതരാകണോ? അങ്ങനെയുള്ള ഗതികേട് നമുക്കുണ്ടോ?